എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് മെയ് 15-ാം തീയതി വരെയും 600 രൂപ ഫൈനോടുകൂടി മെയ് 17-ാം തീയതി വരെയും വിദ്യാർത്ഥികൾ പ്ലസ് ടു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂൾ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും, അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു പക്ഷെങ്കിൽ ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല അല്ലെങ്കിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്റ്റ് സേ പരീക്ഷയിൽ അല്ലെങ്കിൽ അതായത് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങൾ പല വീഡിയോകളും കാണുന്ന സമയത്ത് ചിലപ്പോൾ പല വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യമാണ്, അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾക്കെല്ലാമുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. ആർക്കൊക്കെ ഈ ഒരു പ്ലസ് ടു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലർ വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ അതായത് സ്കോൾ കേരള വിദ്യാർത്ഥികൾ ആയിരുന്നാലും അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുക വഴി ആ ഒരു രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾ മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതായത് രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് മിനിമം മാർക്കായിട്ടുള്ള 36 അല്ലെങ്കിൽ 48 മാർക്കോ, അതായത് 80 മാർക്ക് വിഷയത്തിൽ 48ഉം 60 മാർക്ക് വിഷയത്തിൽ 2 വർഷം കൂട്ടുമ്പോൾ 36 മാർക്കും നിങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു 2023 പ്ലസ് 1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സബ്ജക്റ്റുകൾ ഓൾറെഡി പ്ലസ് 2 പരീക്ഷയ്ക്ക് കൂടി രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പ്ലസ് 2 സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 2024 മാർച്ചിലെ പ്ലസ് 2 പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്യുകയും എന്നാൽ ചില സബ്ജക്റ്റ്, അതായത് നിങ്ങളിപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലോ അല്ലെങ്കിൽ സ്കോൾ കേരള അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളോ ആയിട്ടുള്ള വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും സബ്ജക്റ്റുകൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് യാതൊരുവിധ പ്രോബ്ലവുമില്ല. 2024 പ്ലസ് 2 പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവും ഇല്ല. അപ്പോൾ നിങ്ങൾ പല വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ കണ്ട കാര്യമായിരിക്കും, ഈ ഒരു കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്ലസ് 2 പരീക്ഷയിൽ മാർച്ചിൽ നടന്ന പരീക്ഷയിൽ ഏതെങ്കിലും സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു സബ്ജക്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 2024 മാർച്ചിലെ പരീക്ഷയിൽ, അതായത് നിങ്ങൾ പരീക്ഷയ്ക്ക് ആ ഒരു സബ്ജക്റ്റിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അതായത് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണോ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സബ്ജക്റ്റിൻ്റെ സേ പരീക്ഷ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ, അത് ക്വാളിഫൈ ആയിട്ടില്ല എങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംശയം മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതായത് പ്ലസ് 2 പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്കായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയിൽ മിനിമം മാർക്കായിട്ടുള്ള 2 വർഷത്തെ സ്കോറായിട്ടുള്ള TE മാർക്കിനത്തിൽ നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ 48 നേടാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ആബ്സെൻ്റ് ആയിരുന്നു, പ്ലസ് 2 ജയിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പക്ഷെങ്കിൽ ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആ ഒരു പ്ലസ് 2 പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ, ആബ്സെൻ്റ് ആയിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ ഒരു പരീക്ഷയ്ക്ക്, അതായത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിങ്ങളുടേത് മാറിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപ്പോൾ നിങ്ങൾ 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, യോഗ്യത നേടാൻ സാധിച്ചിട്ടില്ല, ജയിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകൾ കൂടി ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. യാതൊരുവിധ തടസ്സവും ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണെങ്കിൽ +2-ൽ റെഗുലറായിട്ട് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, അതായത് ആദ്യമായിട്ട് +2 നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റൊക്കെ കിട്ടിയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു വിഷയം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയും അതുപോലെ സർട്ടിഫിക്കറ്റ് ഫീസ് 40 രൂപയുമാണ് വരിക. അതുപോലെ തന്നെ കമ്പാർട്ട്മെൻ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ ആയാലും റെഗുലർ വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ സ്കോൾ കേരള വിദ്യാർത്ഥികൾ ആയിരുന്നാലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റ് ആണ്, അതായത് നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ട് എങ്കിൽ 175 രൂപയാണ് ഫീസായിട്ട് വരിക. പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിന് 150 രൂപയാണ് ഫീസ് ഒരു വിഷയത്തിന് വരുന്നത്. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള സംശയം മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർച്ചിലെ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയിരുന്നാൽ കൂടി, അതായത് ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതിന് യാതൊരുവിധ തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് ഈ ഒരു പരീക്ഷ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വിദ്യാർത്ഥി +2 ആദ്യമായിട്ട് പരീക്ഷ എഴുതിയ ശേഷം 5 വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു +2 കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ പിന്നീട് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ വീണ്ടും ആ ഒരു സേ പരീക്ഷ എഴുതുന്നതിനോ അവസരം ലഭിക്കുന്നത് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടെങ്കിലും പഠിച്ചിട്ട് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥിക്കും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ചോദിച്ച കാര്യമാണ്, സേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ടഫായിരിക്കുമോ എന്നുള്ളത്. ഒരിക്കലും ടഫായിരിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സേ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ള കാര്യം നോക്കാം. പബ്ലിക് എക്സാമിനേഷനായിട്ട് ഏകദേശം 4 തരത്തിൽ, അതായത് 4 ക്വസ്റ്റ്യൻ തയ്യാറാക്കും. അതായത് നിങ്ങൾക്ക് 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് തയ്യാറാക്കുക സെയിം സബ്ജക്റ്റിൽ തന്നെ. അപ്പോൾ അതായത് ഈ ഒരു 4 മോഡലായിട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഏതെങ്കിലും ഒരു, അതായത് 4 ബണ്ടിൽ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. അപ്പോൾ ആ ഒരു ബണ്ടിൽ നിന്നും ഏതെങ്കിലും ഒരു ബണ്ടിലായിരിക്കും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് തരുന്നത്. അതായത് 4 വിധത്തിലുള്ള, അതായത് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കും. അത് 4 ടൈപ്പ് അല്ല, 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കും. അപ്പോൾ ആ ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു പബ്ലിക് എക്സാമിനേഷനായിട്ട് നൽകുന്നത്. അപ്പോൾ അതിനുശേഷം അതിൽ ബാക്കി 3 ക്വസ്റ്റ്യൻസാണ് ഇനി ബാക്കി വരുന്നത്. അതായത് 3 ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺസിൽ നിന്നും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു സേ പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ടഫാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയുന്ന കാര്യമാണ്, ആ ഒരു പരീക്ഷ ഈസി ആയിരുന്നു, ഞാൻ പഠിച്ചത് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതേസമയം ഒരു പഠിക്കാത്ത ഒരു വിദ്യാർത്ഥിയോടാണ് ആ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി പറയും ആ ഒരു ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു എന്നുള്ള കാര്യം പറയും. അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല, പഠിച്ചതൊന്നും വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യത്തിലും വരുന്നത്. അതായത് അത് ടഫാണോ അല്ലെങ്കിൽ ഈസി ആണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിരിക്കുമോ അല്ലെങ്കിൽ ടഫായിരിക്കുമോ എന്നുള്ളത് കാര്യത്തിൽ ഒരു തീരുമാനം വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു +2 പബ്ലിക് എക്സാമിനേഷന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു സേ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതുപോലെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇംപ്രൂവ്മെൻ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ സേ പരീക്ഷ എഴുതാനായിട്ട് എത്ര വിഷയം സാധിക്കുമെന്ന് ചോദിക്കുന്ന സംശയമാണ്. നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത് എത്ര വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു വിദ്യാർത്ഥി 6 വിഷയത്തിനും ഫെയിൽഡ് ആണെങ്കിൽ ആ ഒരു 6 വിഷയവും നിങ്ങൾക്ക് സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. 5 എണ്ണമാണെങ്കിൽ 5 എണ്ണം എഴുതാം. നിങ്ങൾ എത്ര സബ്ജക്റ്റുകളാണോ ക്വാളിഫൈ ചെയ്യാത്തത്, അത് 36 48 TE മാർക്ക് നേടാൻ പറ്റാതിരുന്ന എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ആയിരിക്കണം എന്നില്ല. ഒരു ജില്ലയിൽ നിന്നും 2 3 4 സ്കൂളുകളെ
ഒരുമിച്ച് ഒരു ഗ്രൂപ്പുകളാക്കി അതിൽ ഏതെങ്കിലും ഒരു സ്കൂളിലായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ജൂൺ 5-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നതായിരിക്കും. ഹോൾ ടിക്കറ്റ് കിട്ടുന്ന സമയത്ത് അതിലെ ഡീറ്റെയിൽസൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ബയോളജി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് സുവോളജിയും ബോട്ടണിയും ഉണ്ടാകും. പ്രാക്ടിക്കൽ ഇതുവരെ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ പരീക്ഷ 29-30 തീയതികളായിട്ട് ജില്ലയിലെ ഏതെങ്കിലും ഒരു എക്സാം സെൻറ്ററിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പ്രാക്ടിക്കൽ ഓൾറെഡി അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ആ ഒരു പ്രാക്ടിക്കൽ പരീക്ഷ എഴുതേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംശയങ്ങൾ മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതായത് ഈ ഒരു സേ പരീക്ഷയെക്കുറിച്ചുള്ള സംശയങ്ങളെല്ലാം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും റെഗുലറായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്കോൾ കേരള അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ 2024 മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിൽ ഏതെങ്കിലും പരീക്ഷയിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ ആബ്സെൻ്റ് ആയി, അതായത് അറ്റൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ, ആ ഒരു പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഈ ഒരു സേ പരീക്ഷയിൽ എഴുതിയിട്ട് ജയിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ സേ പരീക്ഷ അല്ലാതെ പബ്ലിക് എക്സാമിനേഷന് രജിസ്ട്രേഷൻ ചെയ്തിട്ടും ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല എങ്കിൽ കൂടിയും ആ ഒരു എഴുതാത്ത സബ്ജക്റ്റ് കൂടി സേ പരീക്ഷയിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സേ പരീക്ഷയിൽ +2 പരീക്ഷയിൽ എഴുതാത്ത സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ അതായത് ഈ ഒരു പരീക്ഷ എഴുതാത്തവർക്ക് എഴുതാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു +2 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്ത്, അതായത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് ജയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എഴുതിയിട്ടില്ല എന്ന് കരുതി രജിസ്ട്രേഷൻ ചെയ്യാതെ ഇരിക്കരുത്. രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾ ഏതൊക്കെയാണ് ക്വാളിഫൈ ചെയ്യാത്തത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് നിങ്ങൾ ആബ്സെൻ്റ് ആയിട്ടുള്ളത്, ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.